നമ്മൾ ഈ വെഡിങ്സിനൊക്കെ നോർമലി സെക്കൻഡ് സാരീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് സാരി ആയിട്ടോ മന്ത്രകോടിയുടെ കൂടെയൊക്കെ നമ്മൾ സാരീസ് എടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സെറ്റാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അതല്ലാതെ നമുക്ക് നല്ലൊരു ഫംഗ്ഷന് ക്ലാസ് ആയിട്ട് പോകണം, എനിക്ക് സാരി ഉടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സംഭവമായത് കേട്ടോ. നമ്മുടെ ബനാറസി സാരിയിൽ വരുന്ന പോലെ തന്നെയുള്ള വീവിലുള്ള സൽവാർ സെറ്റാണ് കേട്ടോ. അതിനകത്ത് ത്രെഡ് ആൻഡ് ജെറി വീവാ വന്നിരിക്കുന്നത്. പ്യോർ മൂഗ ടെസറിലാട്ടോ. നല്ല ഭംഗിയുണ്ട് ആ പീസ് കാണാൻ. നോക്കിക്ക്, ദുപ്പട്ടയാട്ടോ ഞാൻ ഈ വിടർത്തി കാണിച്ചത്. ഹെവി ദുപ്പട്ടയാണ്. കുറച്ച് കഴിയുമ്പോൾ ദുപ്പട്ടേനെ അധികം ഉപദ്രവിക്കാണ്ടിരുന്നാൽ നമുക്ക് ഇതുകൊണ്ടും ഒരു സൽവാർ തയ്ക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഒരു കുർത്തിയൊക്കെ തയ്ച്ചെടുക്കാം. വീവ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ ബനാറസി വീവിൽ വരുന്ന സാരീസിന്റെ അതേ ലുക്കിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോപ്പും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇത് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡൈ ചെയ്താലും യൂസ് ചെയ്യാം. കുറച്ച് നാൾ ഓഫ് വൈറ്റ് ആയിട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോകണമെങ്കിൽ ചെയ്യാം. ഇതിന്റെ ഒരു പീസ് നമുക്ക് ഇൻസ്റ്റോറിലും കൂടെ ഉണ്ടായിരുന്നു. ഓൺലൈനിലേക്ക് ഞാനിപ്പോൾ മാറ്റുക ചെയ്തത്. ഇത് ഇൻസ്റ്റോറിലുള്ളത് ഒരു വെഡിങ്ങിന് ഇട്ട് കണ്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു പേളിന്റെ സെറ്റൊക്കെ ഇട്ടിട്ട് ഈ സൽവാറൊക്കെ ഇട്ട് വന്നപ്പോൾ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന്റെ ഫിക്സിങ്, നിശ്ചയം, അങ്ങനെയുള്ളത് ബ്രൈഡിന് ഇങ്ങനത്തെ ഒരു കളറിൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ പേൾസിന്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം വെഡിങ്ങിനൊക്കെ നാച്ചുറലി ഇപ്പം എല്ലാവരും ഗൗൺസും വൈറ്റ്സിലും ഒക്കെ പോകുന്നത് കാരണം നമ്മുടെ നിശ്ചയത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ഇടാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എപ്പോഴും നമ്മൾ ഈ കളേഴ്സിൽ വരുമ്പോൾ നമ്മളുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്. സൂപ്പർ ഷെയ്ഡാണ്. റേഞ്ച് വരുന്നത് 14,995.